ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണിത്. ചേട്ടൻ്റെ അച്ഛനെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അച്ഛൻ ഉണ്ടാക്കുന്ന അരവണ പായസം ഒരു ഹിറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പായസം ഉണ്ടാക്കാനായിട്ട് ഉരുളി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു അരിയുടെ വേവിനനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവ് വ്യത്യാസം വരാം. 240 ml കപ്പിലാണ് 5 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളത്. ഇതിനി തീ ഓൺ ചെയ്ത് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. തിളച്ച് കഴിയുമ്പോൾ അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിന്റെ അളവിൽ ചിലപ്പോൾ അരിയുടെ വേവ് അനുസരിച്ചിട്ട് വ്യത്യാസം വരാം. അതുകൊണ്ട് കുറച്ച് വെള്ളം എപ്പോഴും തിളപ്പിച്ച് വെച്ചിരിക്കുക. ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ എടുത്തിരിക്കുന്നത് പൊടിയരിയുടെ സൈസ് പോലെയുള്ള ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉണക്കലരി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെമ്പ പച്ചരി മുഴുവനായിട്ടുള്ള അരിയില്ലേ, അത് തവിടോട് കൂടിയുള്ള പച്ചരി, അതും ഈ പായസത്തിന് ഉപയോഗിക്കാം. ഇത് ഞാൻ 250 ഗ്രാം ഉണ്ട്. 1/4 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ കഴുകിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി തിളയ്ക്കുന്നവരെ ഇത് വെള്ളത്തിലൊന്ന് കുതിരട്ടെ. അപ്പോൾ വേഗം വെന്ത് കിട്ടും. അരിക്ക് വേണ്ട വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് കാഷ്യൂസും മുന്തിരിയും തേങ്ങാക്കൊത്തും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഒരു ചീനച്ചട്ടിയിൽ. അതിൽ കുറച്ച് കാഷ്യൂസ് ഇട്ട്, കാഷ്യൂസിന്റെ അളവ് ഒരു കൈപ്പിടി കാഷ്യൂസ്, ഒരു കൈപ്പിടി തന്നെ കറുത്ത മുന്തിരി ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വറുത്തെടുക്കാം. കാഷ്യൂസ് വറുത്ത് മാറ്റിയ ശേഷം മുന്തിരി ഇട്ട് വറുത്തെടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആകുന്ന വരയ്ക്കാണ് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ വെള്ളം അവിടെ തിളച്ചിട്ടുണ്ട്. ഇനി കഴുകി വെച്ച അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 2 പിളർന്ന അരി ആയതുകൊണ്ട് തന്നെ ഇത് വേഗം വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള അരിയും എടുക്കാവുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുക. ചൂടോടുകൂടി തന്നെ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വേവിനനുസരിച്ച് ആവശ്യമെങ്കിൽ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ കാഷ്യൂസ് വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഞാനിനി കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഇടുമ്പോൾ തന്നെ നല്ല വീർത്ത് വരും. ആ സമയത്ത് വറുത്ത് കോരി മാറ്റിയെടുക്കാം. ഒരു ചെറിയ കൈ പിടി കറുത്ത മുന്തിരിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ചുവന്ന റൈസിൻസും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ബാക്കി വന്ന നെയ്യിൽ തന്നെ തേങ്ങാക്കൊത്തും കൂടി വറുത്തെടുക്കുകയാണ്. ഇതും ഒരു കൈപ്പിടി തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. കാഷ്യൂസും കറുത്ത മുന്തിരിയും തേങ്ങാക്കൊത്തിന്റെ അളവിലൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. അത് നെയ്യിൽ കിടന്ന് നല്ലപോലെ തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. ആവശ്യമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പുറത്താണ് അരി വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം അരി വേവിച്ചെടുക്കാൻ. ഇനി അരിയുടെ കൂടെ തന്നെ ചേർക്കേണ്ടതാണ് ചെറുപരിപ്പ്. ഒരു ചെറിയ കൈപ്പിടി ചെറുപരിപ്പും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അച്ഛൻ ചെറുപരിപ്പും കൂടി ഇട്ടാണ് അരവണ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ചെറുപരിപ്പ് നല്ലപോലെ കഴുകിയിട്ടുണ്ട്. ഇത് അരി ചേർത്ത് അപ്പം തന്നെ കൂടെ ചേർക്കേണ്ടതാണ്. അപ്പോൾ അരിയുടെ കൂടെ തന്നെ അതൊന്ന് വെന്ത് കിട്ടും. വെള്ളം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അരിക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ 5 കപ്പ് വെള്ളം കറക്റ്റാണ്. അപ്പോൾ ഇത് എക്സ്ട്രാ ആയിട്ട് ചേർക്കേണ്ടി വരില്ല. അപ്പോൾ നിങ്ങളുടെ ഓരോ അരിയുടെയും വേവിനനുസരിച്ചിട്ട് വെള്ളം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ചെറിയ തീയിലിട്ട് ഇതൊന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ തീ ഓഫ് ചെയ്യാണ്. ഈ ചീനച്ചട്ടിയിൽ തന്നെ ഇതുപോലെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ടൈം ആകുമ്പോൾ ഒന്നും കൂടി മൂത്തിട്ടുണ്ടാവും. അവസാനമാണ് തേങ്ങാക്കൊത്തൊക്കെ അരവണയിൽ ചേർക്കുന്നത്. ഈ നെയ്യോട് കൂടി തന്നെ ഒഴിക്കുകയാണ് ചെയ്യാറ്. ഇനി ശർക്കരയും കൂടി ഒന്ന് ഉരുക്കിയെടുക്കണം. 1/4 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 1 കിലോ ശർക്കരയാണ് ചേർക്കുന്നത്. 1 കിലോ പൊടിച്ച ശർക്കരയിൽ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി തീ ഓൺ ചെയ്ത ശേഷം ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കരയുടെ ഇമ്പ്യൂരിറ്റീസ് മാറ്റാൻ വേണ്ടിയിട്ട് ശർക്കര അലിയിച്ച ശേഷം അരിച്ചാണ് ചേർക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ അരവണ പായസം ഉണ്ടാക്കുന്നതെങ്കിൽ അരിക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ തന്നെ ശർക്കരയും കൂടി അങ്ങ് ഉരുക്കി വെച്ചിരിക്കുക. ഉരുക്കി അരിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അരി 1/4 ഭാഗം വെന്ത് കഴിയുമ്പോൾ ചേർക്കാൻ എളുപ്പമായിരിക്കും. ശർക്കര വേഗം അലിഞ്ഞ് കിട്ടാൻ നിങ്ങൾക്ക് ഒരു കല്ല് വെച്ച് നല്ലപോലെ പൊടിച്ച ശേഷം ഇതുപോലെ അലിയിച്ചെടുത്താൽ കുറച്ചുകൂടി വേഗം അലിഞ്ഞ് കിട്ടും. അരി 1/4 ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര പാനി ഒരു അരിപ്പ വെച്ച് അരിച്ച് അരിയിലോട്ട് ചേർക്കുകയാണ്. അരി വെന്തിട്ടുണ്ടോ എന്നറിയാൻ ഒരു കഷ്ണം അരി എടുത്തിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഇത് ഈ അരവണ പായസത്തിൽ 1/4 ഭാഗം വെന്തിട്ടാണ് ശർക്കരപ്പാനി ചേർക്കുന്നത്. ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഒട്ടും തന്നെ അരി വേകില്ല. അതുകൊണ്ട് അരിയും പരിപ്പും വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാനായിട്ട്. അരവണ പായസം കഴിക്കുമ്പോൾ ഓരോ അരിയായിട്ട് ഇങ്ങനെ കടിക്കില്ലേ, ആ ഒരു അളവിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 1/4 ഭാഗം വെന്ത് കഴിഞ്ഞാൽ ശർക്കരപ്പാനി ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് നേരത്തെ ശർക്കരപ്പാനി അലിയിച്ച ശേഷം ഒരു പാത്രത്തിൽ അരിച്ച് വെച്ച ശേഷം ഒരുമിച്ച് ചേർത്ത് കൊടുത്താലും മതി. ശർക്കരപ്പാനി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുക. തീ ഇപ്പോൾ ഒരു മീഡിയം തീയിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കട്ടിയുള്ള ഉരുളി ആയതുകൊണ്ട് തന്നെ ഇനി അടിയിൽ പിടിക്കുന്നുള്ള പേടി വേണ്ട. അപ്പോൾ ഇതിന് ഉപയോഗിക്കുമ്പോൾ അരവണ പായസം ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രം നല്ല കട്ടിയുള്ളതായിരിക്കണം. ഇനി ഈ ശർക്കരപ്പാനി മുഴുവനായിട്ട് വറ്റണം. നല്ലപോലെ വറ്റി വരുമ്പോഴാണ് നെയ്യ് ചേർക്കേണ്ടത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട്. ശർക്കരപ്പാനി നല്ലപോലെ വറ്റണം.
അതുവരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. കൈവിടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ സൈഡിൽ അച്ഛൻ ശർക്കര പാനി ഉണ്ടാക്കിയ ആ ഒരു ചീനച്ചട്ടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ കഴുകി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ലൊരു ടിപ്പാണ്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഈ ശർക്കര പാനി ഇനി വറ്റി വരാൻ കുറച്ച് ടൈം എടുക്കും. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം വേണ്ടി വരും ഇതൊന്ന് വറ്റിയെടുക്കാൻ. അപ്പോൾ മീഡിയം തീയിലിട്ട് തന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കാം. ശർക്കര പാനി വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലപോലെ തിളയ്ക്കുന്ന സമയത്ത് ഇത് കയ്യിൽ തെറിക്കാതിരിക്കാൻ നീളമുള്ള ഒരു കറണ്ടി എടുത്ത് ഇളക്കി കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ശർക്കര പാനി ഉള്ളവരേക്കും ഇത് അടിയിൽ പിടിക്കില്ല. അപ്പോൾ ഈ നല്ലപോലെ വറ്റിക്കഴിഞ്ഞ ശേഷം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട്. ശർക്കരയൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നെയ്യ് ചേർക്കാൻ സമയമായി. 125 ml നെയ്യാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൊത്തം 250 ml നെയ്യാണ് ഈ അരവണയ്ക്ക് ഈ ഒരു അളവിൽ ആവശ്യമായിട്ട് വരുന്നത്. അതിൽ പകുതി 125 ml ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ബാക്കി പകുതി അവസാനമാണ് ചേർക്കുന്നത്. ഇനി ഇപ്പോൾ ചേർത്ത നെയ്യ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, പായസം റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ പാത്രത്തിൽ നിന്ന് ഇതുപോലെ വിട്ട് വരണം, ഇളക്കുമ്പോൾ പാത്രത്തിൻ്റെ അടി കാണണം, അതാണ് അത് അറിയുന്നത്. പിന്നെ നമ്മൾ ഇടുമ്പോഴത്തേക്കും മുറിഞ്ഞു പോകണം. കണ്ടിന്യൂസ് ആയിട്ട് പായസം തവിയിൽ നിന്ന് വീഴാൻ പാടില്ല. ഇത് രണ്ടുമാണ് അരവണ പായസം റെഡിയായോ എന്ന് അറിയാനുള്ള നോക്കുന്നത്. പാത്രമൊക്കെ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും ഇളക്കി നോക്കുമ്പോൾ. അപ്പോൾ അത് രണ്ടും നോക്കിയാൽ മതി. ഇനി തീ ഓഫ് ചെയ്യാം. ബാക്കി നെയ്യും വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂവും ഒക്കെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഇടുമ്പോൾ മുറിഞ്ഞു പോകുന്നുണ്ട്. അപ്പം അരവണ പായസം റെഡി ആയിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ പാത്രത്തിൻ്റെ അടിയും സൈഡും ഒക്കെ നല്ലപോലെ കാണാം, പാത്രത്തിൽ നിന്ന് നല്ലപോലെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ചൂട് മാറുമ്പോൾ ഒന്നും കൂടി ഇതൊന്ന് കട്ടിയാവും. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി കാഷ്യൂസും മുന്തിരിയും വറുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുക്കുപൊടിയും 1 ടീസ്പൂണും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഏലക്കാപ്പൊടി മാത്രമാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഒന്നും കൂടെ കാണിച്ചു തരാം. എന്താ സൈഡൊക്കെ നല്ലപോലെ വിട്ട് വരുന്നുണ്ട്. നമ്മൾ ഇളക്കുമ്പോൾ നല്ലപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇനി ഏലക്കാപ്പൊടി നിങ്ങളുടെ കയ്യിൽ സെപ്പറേറ്റ് ആയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ 5 ഏലക്കയും 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് ചേർത്താലും മതിയാവും. ഇനി ബാക്കിയുള്ള 125 ml നെയ്യും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചൂടിലിരുന്ന് തന്നെ നല്ലപോലെ അങ്ങ് ഉരുകി പായസത്തിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ 125 ml നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം പായസം ഇളക്കി കൊടുക്കരുത്. ചൂട് മാറിയതിന് ശേഷം മാത്രമാണ് ഇനി ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ അരവണ പായസം റെഡിയായി. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെയ്യും വറുത്ത് വെച്ച എല്ലാം ചേർത്ത ശേഷം ഇനി ചൂട് മാറാനായിട്ട് വെക്കാം. ചൂട് മാറിയതിന് ശേഷം ഒരു സ്റ്റീൽ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ചില്ല് കുപ്പിയിലോ ഇട്ട് സൂക്ഷിക്കാം. ഒരു 5 ദിവസം വരെ പുറത്ത് വയ്ക്കാം. പിന്നീട് ഫ്രിഡ്ജിൽ വയ്ക്കാം. 1 മാസത്തിൽ കൂടുതൽ തന്നെ ഇത് സൂക്ഷിക്കാനായിട്ട് പറ്റും. പായസം ഉണ്ടാക്കി ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് സൂക്ഷിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഓരോ അരിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് 3/4 ഭാഗം വെന്തിട്ടല്ലേ നമ്മൾ ശർക്കര ചേർത്തത്, അതുകൊണ്ടാണ്. നല്ല അടിപൊളി അരവണ പായസം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക്